അശ്വിൻ ലാവണ്യയുമായിട്ട് അഞ്ജലിയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുമായിരിക്കും. വരുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ വണ്ടിയിൽ അങ്ങ് തട്ടുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ആളറിയാതെ അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്. ശ്രുതി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ വേണമെന്ന് കരുതിയിട്ട് എന്നെ കൊല്ലാനായിട്ട് ഇറങ്ങിയതാണോ? ഞാൻ അറിയാതെ തട്ടിയതാ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഒരു കാര്യം ചെയ്യേ, വണ്ടിയിൽ കയറ്. ഞാനും വീട്ടിലോട്ടാ. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കൊണ്ട് എടുപ്പിച്ചാൽ മതിയല്ലോ. വേണ്ട, ഞാൻ എന്റെ വണ്ടിയിൽ തന്നെ വന്നോളാം. ലാവണ്യാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്തിനാ അശ്വിൻ? അവൾ ഈ വണ്ടിയിൽ വന്നോളും, നമുക്ക് പോവാം. ലാവണ്യെ കാണുന്നതും ശ്രുതിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നാ ശ്രുതി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ആവുന്നുണ്ടായിരിക്കില്ല. ഇത് കണ്ട് അശ്വിനും സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നുണ്ട്. ഒന്ന് സ്റ്റാർട്ടാവും. അപ്പോ ലാവണ്യക്ക് വലിയ സന്തോഷമായിരിക്കും. ശ്രുതി കയറി പോവാൻ നേരത്ത് വീണ്ടും വണ്ടി ഓഫ് ആവുന്നുണ്ട്. ഇത് കാണുന്ന അശ്വിൻ വീണ്ടും പറയുന്നുണ്ട്, ശ്രുതി നീ വാ, നീ വന്ന് വണ്ടിയിൽ കയറ്. ഈ വണ്ടി ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്തിനാ അശ്വിൻ, നീ എന്തിനാ നിർബന്ധിക്കുന്നേ? നമുക്ക് പോവാം. ഇത് കേൾക്കുന്നതും ശ്രുതി പറയുന്നുണ്ട്, ഞാനേ നിങ്ങളുടെ കൂടെ തന്നെ വരാം. അങ്ങനെ വേഗം തന്നെ ഫ്രണ്ട് സീറ്റിലെ ഡോർ തുറക്കുവാണ് ശ്രുതി. ഇത് കാണുന്ന ലാവണ്യ പറയുന്നുണ്ട്, ഞാനേ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ടാ വന്നത്. നീ വന്നെന്ന് കരുതിയിട്ട് ഇപ്പോ അശ്വിൻ സാറിന്റെ ഭാര്യയായിട്ടുള്ള ഞാൻ വന്നില്ലേ? അപ്പൊ ഞാനാ ഇവിടെ ഇരിക്കേണ്ടേ? അങ്ങനെ തുറന്ന് ശ്രുതി ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ലാവണ്യ ബാക്കിലായിരിക്കും. ഈ സമയത്ത് ദേഷ്യത്തില് ലാവണ്യ അശ്വിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ നീ എന്നെ ഇൻസൾട്ട് ചെയ്യാനാണെങ്കിൽ ഞാൻ എന്റെ വണ്ടിയെടുത്ത് വന്നേനെ. നീ പറഞ്ഞ കാരണ ഞാൻ നിന്റെ വണ്ടിയിൽ വന്നത്. എന്താ ലാവണ്യ, എന്താ പ്രശ്നം? ഒന്നുമില്ല, നീ ഒന്നും അറിയാത്ത പോലെ പെരുമാറല്ലേ എന്നൊക്കെ ലാവണ്യ പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒരു പാട്ടൊക്കെ വെക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതി മനസ്സ് ചിന്തിക്കുന്നുണ്ട്, എടി നിന്റെയൊക്കെ കള്ളത്തരം അശ്വിൻ സാറിന്റെ മുൻപിൽ ഞാൻ പൊളിക്കുവടി. നീയൊക്കെ കാരണ ആ ശ്യാമിനെ അഞ്ജലി ചേച്ചിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. നിന്റെ തനി സ്വഭാവം ഞാൻ അശ്വിൻ സാറിന്റെ മുൻപിൽ തുറന്നു കാണിക്കുവടി എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട്. ലാവണ്യ അങ്ങനെ വീട്ടിലെത്തുന്നുണ്ട്. അഞ്ജലി ചേച്ചിയെ കാണുന്നതും, ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്നാലും ചേച്ചി ഒക്കെ ശ്രദ്ധിക്കണ്ടേ? ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ ചേച്ചി എന്തിനാ കഴിക്കുന്നേ? ഇനി എന്തെങ്കിലും ഉണ്ടാക്കി തരുന്ന സമയത്തെ ആദ്യം അവരെ കൊണ്ട് തന്നെ കഴിപ്പിക്കണം, എന്നിട്ട് വേണം ചേച്ചി കഴിക്കാൻ. ഇത് കേൾക്കുന്നതും മുത്തശ്ശിക്കും അഞ്ജലിക്കും വല്ലാതങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ലാവണ്യെ, നീ ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടാണോ സംസാരിക്കുന്നേ? അങ്ങനെ സംസാരിക്കണ്ട. അല്ല ചേച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. വേണ്ട, എങ്ങനെ പറഞ്ഞതാണെങ്കിലും ശ്രുതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കണ്ട എന്ന് അഞ്ജലി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും ലാവണ്യക്ക് വലിയ സങ്കടമാവുന്നുണ്ട്. അപ്പൊ തന്നെ ലാവണ്യ പറയുന്നുണ്ട്, എന്നാ ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് ഒരു വർക്കുണ്ട്, ഞാൻ വേഗം പോട്ടെ എന്നും പറഞ്ഞ് ലാവണ്യ ഇറങ്ങുക. അങ്ങനെ ലാവണ്യ പോയതിനു ശേഷം അശ്വിൻ്റെ അടുത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, ആരുടെ മുൻപിലും ഇങ്ങനെ താഴ്ത്തി കെട്ടി ശ്രുതിയെ സംസാരിക്കരുത്. ലാവണ്യ ശ്രുതിയെ എങ്ങനെ പറഞ്ഞത് നീ പറഞ്ഞ കാരണമായിരിക്കുമല്ലോ? ഒരിക്കലും അല്ല ചേച്ചി, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ശ്രുതിയെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ നടന്നു, അവളുണ്ടാക്കിയാൽ എന്തോ വീണു, അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ശ്രുതിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. വേണ്ട, മതി, നീ ന്യായീകരിക്കണ്ട എന്നും പറഞ്ഞ് അഞ്ജലി ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീടായിട്ട് അശ്വിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങോട്ടേക്ക് നമ്മുടെ ശ്രുതി വരുന്നുണ്ട്. ശ്രുതിക്ക് അർജന്റായിട്ടുള്ള കോളൊക്കെ വരുന്നുണ്ടായിരിക്കും. അങ്ങനെ സംസാരിച്ച് വരുന്നുണ്ട്. എന്തായാലും മാഡം, ഞാൻ നാളെ തന്നെ മാഡം തന്ന ഓർഡർ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അശ്വിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാതെ ശ്രുതിക്ക് ഉറക്കം വരില്ല. അശ്വിൻ്റെ അടുത്തൊരു വാക്ക് പോലും സംസാരിക്കാതെ ശ്രുതി കിടക്കുന്നുണ്ട്. എന്നാ അശ്വിൻ ചോദിക്കുന്നുണ്ട്, പ്രീതി ആകാശം തമ്മിൽ എന്താ പ്രശ്നം? എപ്പോഴും അവർ തമ്മിൽ വഴക്കാണല്ലോ. എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല. പല പ്രശ്നങ്ങൾക്ക് നടുവിലാ ഞാനിരിക്കുന്നേ. ഞാനെന്തിനാ അവരെ കാര്യം നോക്കുന്നേ? നീ എന്തപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എൻ്റെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് സമയമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ നേരിട്ടങ്ങ് പോയി ചോദിക്ക് എന്നും പറഞ്ഞ് ശ്രുതി കിടക്കുക. ഈ സമയത്ത് അശ്വിൻ്റെ പെണ്ണ് താഴോട്ട് വീഴുന്നുണ്ട്. കട്ടിലിരുന്ന് പെണ്ണിങ്ങനെ കുനിഞ്ഞെടുക്കുന്ന സമയത്ത് അശ്വിൻ്റെ കഴുത്തൊന്നും വെട്ടുന്നുണ്ട്. എന്നാ ആകെ വേദനിച്ച് അശ്വിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ശ്രുതി, എൻ്റെ കഴുത്ത് വല്ലാത്ത വേദന. പണ്ടൊക്കെ ദൈവം പിന്നെയായിരുന്നു, ഇപ്പൊ പിന്നെ എന്ത് ചെയ്താലും അപ്പൊ തന്നെ കൊടുക്കും എന്നിങ്ങനെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി, നീ ആ മരുന്നൊന്നും എടുത്തേ, എൻ്റെ കഴുത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ട്. ശ്രുതി മരുന്നെടുക്കുന്ന സമയത്ത് മരുന്ന് ഉണ്ടായിരിക്കില്ല, ബോട്ടിൽ കാലിയായിരിക്കും. ഇതിൽ മരുന്നൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയിട്ട് എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് വരാം എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോവാ. അങ്ങനെ എണ്ണയൊക്കെ എടുത്ത് അശ്വിന് തേച്ചു കൊടുക്കുന്നുണ്ട്. നീ എന്തൊക്കെയാ ചെയ്യുന്നേ? ഇത് ആകാശിന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ മരുന്ന് കിട്ടിയേനെ. ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ കഴുത്തിന് എന്തെങ്കിലും സംഭവിച്ചാലോ? ഒന്നും സംഭവിക്കില്ല. എൻ്റെ മുഖത്തോട് നോക്ക്, ഇനി അനങ്ങരുത്. അങ്ങനെ അശ്വിൻ ശ്രുതിയുടെ മുഖത്തോട് തന്നെ നോക്കുന്നുണ്ട്. ഒറ്റ തിരിയായിരിക്കും കഴുത്ത്. ദാ കിടക്കുന്നു അശ്വിൻ കട്ടിലോട്ട്, കൂടെ ശ്രുതിയും വീഴുന്നുണ്ട്. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്.
അതിനുശേഷം അശ്വൻ പറയുന്നുണ്ട്, നീ എന്ത് പണിയാ കാണിച്ച്? എൻ്റെ കഴുത്തിനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി കഴുത്തൊന്ന് തിരിച്ചു നോക്ക്, ഒരു കുഴപ്പം ഉണ്ടായിരിക്കില്ല. അങ്ങനെ തിരിക്കാൻ നേരത്ത് കഴുത്തിനൊരു പ്രശ്നം ഉണ്ടായിരിക്കില്ല. ഇപ്പം എങ്ങനെയുണ്ട്? മാറിയില്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പം നിനക്ക് ഇതൊക്കെ അറിയാമല്ലേ? പിന്നെ എനിക്കെല്ലാം അറിയാം. അല്ല, നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഒന്നുമല്ല, എൻ്റെ ഈ അവസ്ഥ വേറൊരു പെൺകുട്ടി ഉണ്ടാവരുതേ എന്നിങ്ങനെ ആലോചിക്കുകയായിരുന്നു എന്ന് ശ്രുതി അശ്വിൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാ ഞാനിവിടെ സന്തോഷിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ കാരണേ ഞാൻ ഓർഡർ കൊടുക്കാനുള്ളത് പോലും മറന്നുപോയി. ഇനി നാളെ അർജൻറ്റായിട്ട് എനിക്ക് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പോകുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം അഞ്ജലി എല്ലാവരോടായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. മുത്തശ്ശി, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ അക്കൗണ്ടിലെ പൈസയെല്ലാം ശ്യാമേട്ടന് ബിസിനസ് തുടങ്ങാനായിട്ട് ഞാൻ കൊടുക്കുക. അത് നല്ല കാര്യമാണല്ലോ മോളെ. ഏതായാലും അവനൊരു ജോലി വേണം. ഇനിയിപ്പോൾ എക്സാമെല്ലാം എഴുതി വക്കീൽ ജോലിക്കൊന്നും പോകണ്ട. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ആണെങ്കിൽ അത് നിനക്കും കുഞ്ഞിനും നല്ലതായിരിക്കും. നീ ചെയ്യുന്നത് നല്ല കാര്യമാണ് എന്ന് മുത്തശ്ശി അഞ്ജലിയോട് പറയുന്നു. ഇത് കേൾക്കുന്നതും ശ്യാമിന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. അശ്വനാണെങ്കിൽ അതൊട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല. ശ്യാം എന്നാലും പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എക്സാമൊക്കെ എഴുതിയിട്ട് ജോലിക്ക് പോവാമെന്ന് അഞ്ജലിയോട് പറഞ്ഞതാ. അഞ്ജലിക്കാ അത് പറ്റാത്തത്. അവളിങ്ങനെ ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാരണം ഞാനും സമ്മതിച്ചെന്നേ ഉള്ളൂ. എനിക്കിതിൽ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെയല്ല മോനെ, ഇത് നല്ല കാര്യമാണ്. നീ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി നല്ല നിലയിലെത്തണം. അത് എൻ്റെയും ഒരു ആഗ്രഹമാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് അശ്വൻ അപ്പം തന്നെ അഞ്ജലിയോട് പറയുന്നുണ്ട്, ചേച്ചി ഇതിൻ്റെ ആവശ്യമുണ്ടോ? ബിസിനസ് ആണെങ്കിൽ നമുക്ക് തന്നെ ഒരുപാടുണ്ട്. അതേതെങ്കിലുമൊക്കെ നോക്കി നടത്തിയാൽ പോരെ? സ്വന്തമായിട്ട് എടുത്തു ചാടിയിട്ട് ഇങ്ങനെ ചെയ്യണോ? അല്ലെങ്കിൽ നീ ഇത് പറയുന്നേ എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ പൈസയാണല്ലോ എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നത്. അതെടുക്കുന്ന കാരണമായിരിക്കും നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഇത് കേട്ട് ശ്യാമും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ല അഞ്ജലി, എല്ലാവരും മുൻപിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവൻ ഇങ്ങനെ സംസാരിക്കുമെന്ന്. എന്തിനാ എന്നെ നാണം കെടുത്താനായിട്ട് നീ എല്ലാവരോടും ഇക്കാര്യം പറഞ്ഞത്? എനിക്കറിയാം എനിക്ക് നല്ല നിലയിലെത്താൻ. നിന്നെയും കുഞ്ഞിനെയും നോക്കാനുള്ള കഴിവേ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തോളാം. എനിക്ക് ആരുടെ പൈസയും വേണ്ട എന്ന് ശ്യാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അഞ്ജലിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ദേ ആകാശേ, ഇവൻ്റെ അടുത്ത് പറഞ്ഞേക്ക് ഇവൻ്റെ പൈസ എനിക്ക് വേണ്ടാന്ന്. എന്തിനാ നിങ്ങളൊക്കെ എന്നോടിങ്ങനെ പറയാൻ പറയുന്നത്? നിങ്ങൾക്ക് നേരിട്ട് ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞൂടെ? ആദ്യം നിങ്ങൾ മനസ്സ് തുറന്ന് ഏട്ടൻ്റെ അടുത്ത് സംസാരിക്കുക. ഏട്ടൻ അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് കരുതിയിട്ട് ഇങ്ങനെയൊന്നും ഏട്ടൻ്റെ അടുത്ത് ചെയ്യല്ലേ. അത് ഏട്ടന് വല്ലാത്ത സങ്കടമായിരിക്കും. ഞാനെന്തിനാ അവൻ്റെ അടുത്ത് സംസാരിക്കുന്നേ? ഇപ്പോൾ ശ്രുതിയോട് തന്നെ ഇങ്ങനെയൊക്കെ അവൻ പെരുമാറുന്നത്. നാളെ ഇനി അവനോട് സംസാരിച്ചിട്ട് അവൻ വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാലോ? അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പം തന്നെ മിണ്ടാതിരിക്കുന്നതാ നല്ലത്. അതുകൊണ്ട് ഇവനോട് സംസാരിക്കാനേ ഞാനില്ല. ചേച്ചി, ഞാൻ അതല്ല പറഞ്ഞത്. പൈസ എടുക്കുന്നോണ്ടല്ല. ഇപ്പം എടുത്തു ചാടിയിട്ട് ഇങ്ങനൊരു തീരുമാനം വേണോ എന്നാ ഞാൻ ചോദിച്ചത്. ഇനിയിപ്പോൾ കുഞ്ഞൊക്കെ ആയതിനു ശേഷം കുഞ്ഞിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ തുടങ്ങിയാൽ പോരെ? ഇത് വേണ്ട എന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ചേച്ചിയോട് എൻ്റെ പൈസ എടുക്കണ്ടെന്നോ ഒന്നുമല്ല. അശ്വിൻ, വേണ്ട. നീ അഞ്ജലിയുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട. അഞ്ജലിക്കും ശ്യാമിനും അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. നീയായിട്ട് അവരെ ഇടയിൽ ഇടപെടാൻ നിൽക്കണ്ട. ഇത് കേട്ട് ശ്രുതിയും അശ്വിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അശ്വിൻ സാറേ, വെറുതെ ചേച്ചിയുടെ കാര്യത്തിൽ അതും ഇതും പറയണ്ട. ചേച്ചിയുടെ ആഗ്രഹം ശ്യാമേട്ടന് ഒരു ബിസിനസ് തുടങ്ങണമെന്ന്. അത് അതുപോലെ നടക്കട്ടെ. നിർത്ത്, നീയായിട്ട് അഭിപ്രായമൊന്നും പറയണ്ട എന്ന് ഉറക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്നതും അഞ്ജലിക്ക് കൂടുതൽ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ ഇപ്പോഴും ശ്രുതിയോടുള്ള ദേഷ്യം മാറിയിട്ടില്ല എന്ന് അഞ്ജലിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്കിവൻ്റെ പൈസ വേണ്ട. ഇനി ശ്യാമേട്ടന് എന്തെങ്കിലും തുടങ്ങണമെങ്കിലേ അത് ഞങ്ങൾക്കറിയാം എന്താ ചെയ്യണമെന്ന് എന്നും പറഞ്ഞ് അഞ്ജലി അവിടുന്ന് നീട്ടു പോകുന്നുണ്ട്. ഈ സമയത്ത് അശ്വിന് വല്ലാതെ അങ്ങ് സങ്കടമാവുന്നുണ്ട്. മനോരമ അവരെല്ലാം പോയതിനു ശേഷം ശ്യാമിനോട് പറയുന്നുണ്ട്, എടാ, ഇതിപ്പോ അഞ്ജലിയും അശ്വിനും പിരിയുമെന്നാ എനിക്ക് തോന്നുന്നേ. നീയ് ശ്രുതിയെയും അശ്വിനെയും പിരിയാനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോ എല്ലാവരും അടിച്ചു പിരിയും, ഉറപ്പാ. അങ്ങനെ തന്നെയല്ലേ വേണ്ട. അവര് തമ്മിൽ പിരിയട്ടെ. പിന്നെ എൻ്റെ ശ്രുതിയെ എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഞാനേ അശ്വിൻ എൻ്റെ ശ്രുതിയെ കൊടുക്കാൻ സമ്മതിക്കില്ല. ഞാനാ അവൾ ആദ്യം സ്നേഹിച്ചത്. അവൾ എൻ്റെ സ്വന്തമായിരുന്നു. ഇവൻ വന്നതിന് ശേഷം അവളെ തട്ടിയെടുത്തത് എന്നൊക്കെ ഇങ്ങനെ മനോരമയോട് പറയുന്നുണ്ട്. വളരെ സന്തോഷത്തിലാണ് മനോരമയും ശ്യാമും ഒക്കെ നിൽക്കുന്നത്.